നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഗൂഗിൾ മീറ്റ് ഒട്ടും ഉപയോഗിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിൾ മീറ്റിൽ നേരത്തെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാം, ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ, ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് നമ്മുടെ സ്കൂളിലെ ടീച്ചർ അയച്ചു തന്നാൽ എങ്ങനെ അതിൽ ജോയിൻ ചെയ്യാം, എങ്ങനെ അത് മുഴുവനായിട്ട് കേട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഗൂഗിൾ മീറ്റ് നേരത്തെ അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നോക്കാം. ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മുടെ കുട്ടിയെ പങ്കെടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ ആരംഭിക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുക. ടു ജോയിൻ ദ മീറ്റിംഗ് ഓൺ ഗൂഗിൾ മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോണിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. ഇവിടെ മീറ്റ് എന്നുള്ള ഗൂഗിൾ മീറ്റിന്റെ ഐക്കൺ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമ്മളോട് ഇങ്ങനെ 2 മെയിൽ ഐ ഡി ചോദിക്കും. നമ്മുടെ ഫോണിൽ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ചോദിക്കുക. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 2 മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നോർമലി ഗൂഗിൾ മീറ്റിലേക്ക് ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഒരു മെയിൽ ഐ ഡി ആണെങ്കിൽ ആ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്റിലേക്ക് പോകും. ഇപ്പോൾ ഞാനിതാ ഈ മീറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മീറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളെ ക്യാമറ കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ ഓഫ് ചെയ്യുക, നമ്മുടെ മൈക്കും ഓഫ് ചെയ്യുക. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെയുള്ള സൗണ്ട് ഒന്നും വരെ കേൾക്കാൻ പാടില്ലല്ലോ. ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് ഇവിടെ ആസ്ക് ടു ജോയിൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ ഗൂഗിൾ മീറ്റിൽ എന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ മീറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ആൾ എന്നെ ഗൂഗിൾ മീറ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇത്രയാണ് ചെയ്യാനുള്ളത്. നമ്മൾ ക്യാമറയും മൈക്കും ഓഫാക്കുക, എന്നിട്ട് നമ്മൾ ആസ്ക് ടു ജോയിൻ എന്ന് കൊടുത്താൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ മീറ്റിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. അവരെന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാൻ കഴിയും, എല്ലാം കേൾക്കാൻ കഴിയും. ഇനി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പറയാനുള്ളത് പറയാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഗ്രൂപ്പിൽ കേൾക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരു മൈക്കിൻ്റെ ഒരു വോള്യത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന പോലെ കാണാം. ഇതാണ് ഞാൻ പറയുന്നത് ഇവിടെ കേൾക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ മൈക്ക് ഓണാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇവിടെ മൈക്ക് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. ഇനി നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ക്യാമറ ഓൺ ചെയ്യുക. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമ്മുടെ ബാക്ക് ക്യാമറയാണ് വേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഫ്രണ്ട് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ നമുക്ക് ക്യാമറ ഓൺ ചെയ്തും ഓഫ് ചെയ്തും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. നോർമലി നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ. മൈക്ക് ഓൺ ചെയ്യുക, ക്യാമറ ഓൺ ചെയ്യുക, സംസാരിക്കുക. മിക്കപ്പോഴും മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തിരിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. മൈക്കും ക്യാമറയും എപ്പോഴും ഓഫ് അല്ലേ എന്ന്. ഇവിടെ ഒരു വൈറ്റ് കളർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ വൈറ്റ് കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മൈക്ക് ഓണാണ്. അത് മാത്രമാണ് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ മൈക്കും ക്യാമറയും ഓഫാക്കി നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ സൗണ്ട് ആ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ആകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മൈക്ക്, ക്യാമറ ഇത് രണ്ടും ഓഫാണോ അല്ലേന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീന് നമ്മൾ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ സ്ക്രീൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ളത് നമ്മുടെ മൊബൈലിലുള്ള ഏതെങ്കിലും ഇമേജ് നമ്മൾ ഈ ഗൂഗിൾ മീറ്റിൽ പ്രദർശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഷെയർ സ്ക്രീൻ എന്ന് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഷെയറിംഗ് എന്ന് കൊടുത്ത് സ്റ്റാർട്ട് നൗ എന്ന് കൊടുത്താൽ ഇപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. ഇത് എല്ലാവർക്കും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു
നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഈ ഗൂഗിൾ മീറ്റിൽ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് കൊടുത്താൽ ഷെയർ സ്ക്രീന് അവസാനിക്കുകയും ചെയ്യും. ഇനി അതേപോലെ ഗൂഗിൾ മീറ്റിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻ കോൾ മെസ്സേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു മെസ്സേജ് അയക്കാം. ഹലോ എന്ന് അയച്ചു. ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ മീറ്റിൽ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു എന്നുള്ളത് കാണാവുന്നതാണ്. നമ്മൾ നോർമലി ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുമ്പോൾ പല മെസ്സേജുകളും മൈക്ക് കാണുന്നില്ല അല്ലെങ്കിൽ ഓഫ് ആക്കുക എന്നൊക്കെയുള്ള മെസ്സേജുകൾ കാണാൻ പറ്റും. അത് വരുന്നത് ഇവിടെയുള്ള ഇൻ കോൾ മെസ്സേജ് എന്നുള്ള ഇവിടെ ജസ്റ്റ് നമ്മൾ മെസ്സേജ് അയക്കുന്നതാണ്. ഇങ്ങനെ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ആ മെസ്സേജ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഈ മൈക്കും ക്യാമും ഓഫ് ചെയ്യുന്നത്, പിന്നെ മെസ്സേജ് അയക്കുന്നതും അതേപോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതും. അപ്പോൾ ഒരു ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഗൂഗിൾ മീറ്റ് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു മറുപടി ചോദിക്കും, ഹൗ വാസ് ദ ഓഡിയോ ആൻഡ് വീഡിയോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. വേണമെങ്കിൽ ഇത് റേറ്റിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ ഗൂഗിൾ മീറ്റിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞു. ഇത്ര മാത്രമാണ് ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ചെയ്യാനുള്ളത്. ഗൂഗിൾ മീറ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർ അതും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.